2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ട കനത്ത തിരിച്ചടിയിൽ നിന്ന് പുറത്തു വരാനുള്ള ശ്രമത്തിലാണ് മോദിയും ബി.ജെ.പിയും. മോദി ഗ്യാരണ്ടിയും 400 സീറ്റുമൊക്കെ തകർന്നു തരിപ്പണമായ തെരഞ്ഞെടുപ്പ്, അതിൻ്റെ ആഘാതത്തിൽ നിന്ന് മോദിയും ബി.ജെ.പിയും കരകയറിയിട്ടില്ല. മൂന്നാം മോദി സർക്കാരിൻ്റെ പ്രത്യേകത പ്രതിപക്ഷവും ശക്തമാണ് എന്നതാണ്. കോൺഗ്രസിൻ്റെ ആത്മവിശ്വാസം കൂടിയിരിക്കുന്നു. മോദി സർക്കാരിൻ്റെ വീഴ്ചകളും നോക്കിയിരിക്കുകയാണ് ഇന്ത്യ മുന്നണി. അതിനിടെ ഈ സർക്കാർ അധികകാലം പോകില്ലെന്ന പ്രഖ്യാപനവും രാഹുൽ ഗാന്ധി നടത്തി. ഇതെല്ലാം മോദിക്കും ബി.ജെ.പിക്കും വലിയ വെല്ലുവിളി തന്നെയാണ്. ഇതിൽ നിന്ന് പുറത്തു വരാൻ മോദിയും ബി.ജെ.പിയും അവസരം പാർത്തിരിക്കുകയാണ്. അതിനൊരു പിടിവള്ളി കിട്ടിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. മോദിയെ ദുർബലമായ കൂട്ടുകക്ഷി സർക്കാരിൻ്റെ പ്രധാനമന്ത്രിയാക്കിയതിൽ ഗാന്ധി കുടുംബം വഹിച്ച പങ്ക് വ്യക്തമാണ്. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയും പ്രിയങ്ക ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുമെല്ലാം കോൺഗ്രസിന് ഗുണം ചെയ്തു എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഗാന്ധി കുടുംബത്തെ കുരുക്കിയാൽ കോൺഗ്രസിനെയും അതുവഴി ഇന്ത്യ മുന്നണിയെയും പ്രതിരോധത്തിലാക്കാനാകുമെന്ന് മോദിയും ബി.ജെ.പിയും കണക്കുകൂട്ടുന്നു. അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി കേജ്രിവാളിനെയും മനീഷ് സിസോദിയെയും അകത്താക്കി ആപ്പിനാക്കിയ സംഭവം നമ്മൾക്കെല്ലാം അറിയാം. ബാർക്കോഴ കേസ് കൊണ്ടുവന്ന് ആപ്പിൻ്റെ പ്രമുഖ നേതാക്കളെ തന്നെ അഴിക്കുള്ളിലാക്കി ബി.ജെ.പി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രചാരണം നയിക്കാൻ പോലും ആകാതെ തെരഞ്ഞെടുപ്പിന് ശേഷം ഡൽഹിയിൽ ആപ്പ് അപ്രസക്തമാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഗാന്ധി കുടുംബത്തിന് മുകളിൽ തൂങ്ങിയാടുന്ന വാളാണ് വിവാദമായ അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് VVIP ചോപ്പർ അഴിമതി കേസ്. സോണിയാഗാന്ധിയെ കുരുക്കാനുള്ള വക ഈ അഴിമതി കേസിലുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ ഉണ്ട്. ഇപ്പോഴിതാ ഈ ഇടപാടിൽ സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവർ പണം കൈപ്പറ്റിയതിൻ്റെ നിർണായക തെളിവ് ലഭിച്ചിരിക്കുന്നു എന്നാണ് ചില ബി.ജെ.പി. അനുകൂല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഇറ്റലി ഇന്ത്യക്ക് കൈമാറിയതായി ഈ മാധ്യമങ്ങൾ പറയുന്നു. എന്താണ് അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് അഴിമതി കേസ്? ഫെബ്രുവരിയിൽ അന്നത്തെ UPA സർക്കാരാണ് 3600 കോടി രൂപയ്ക്ക് 12 അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് W101 ഹെലികോപ്റ്ററുകൾ വാങ്ങുന്നതിനുള്ള കരാറിൽ ഒപ്പുവെച്ചത്. ഇറ്റാലിയൻ പ്രതിരോധ നിർമ്മാണ ഭീമനായ ഫിൻമെക്കാനിക്കയാണ് ഹെലികോപ്റ്ററുകൾ നിർമ്മിച്ചത്. 12 അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്ററുകൾ 3600 കോടി രൂപ ചെലവിൽ വാങ്ങാനായിരുന്നു കരാർ. ഈ കരാറിൽ ഇടനിലക്കാരും രാഷ്ട്രീയക്കാരും കൈക്കൂലി വാങ്ങിയെന്നാണ് കേസ്. ഇറ്റലിയിലാണ് തട്ടിപ്പാദ്യം പുറത്തായത്. ഇന്ത്യൻ എയർഫോഴ്സുമായുള്ള ഇടപാടുറപ്പിക്കാൻ കമ്പനി ഇടനിലക്കാർക്ക് കൈക്കൂലി നൽകിയെന്നാരോപിച്ച് അഗസ്റ്റ വെസ്റ്റ്ലാൻഡിൻ്റെ CEO-യെ ഇറ്റാലിയൻ അധികൃതർ അറസ്റ്റ് ചെയ്തു. 2013 ഫെബ്രുവരിയിലായിരുന്നു അറസ്റ്റ്. 2 ഇടനിലക്കാരായ ഗൈഡോ ഹാഷ്കെ, കാർഗോ ജെറോസ എന്നിവരെ മിലാൻ അപ്പീൽ കോടതി അന്താരാഷ്ട്ര അഴിമതി, കൈക്കൂലി, ഇന്ത്യൻ എയർഫോഴ്സുമായി ഹെലികോപ്റ്റർ ഇടപാട് ഉറപ്പാക്കാൻ കള്ളപ്പണം വെളുപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തി ശിക്ഷിച്ചു. പിന്നീട് 2014 കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UPA സർക്കാർ തന്നെ കരാർ റദ്ദാക്കി. ഇതേവരെ ഇറ്റലിയിൽ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുകയായിരുന്നു ഈ കേസിലെ വിധിന്യായം. ഇപ്പോൾ ഇറ്റാലിയൻ സർക്കാർ ഡീക്ലാസിഫൈ ചെയ്ത് പരസ്യമാക്കി. മൂന്നാമതും അധികാരമേറ്റ ശേഷം G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് നരേന്ദ്രമോദി ഇറ്റലിയിലെത്തിയത്. മൂന്നാമതും അധികാരമേറ്റ ശേഷം പ്രധാനമന്ത്രി നടത്തിയ ആദ്യ വിദേശയാത്രയായിരുന്നു ഇത്. ഈ യാത്രയ്ക്കിടെ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനി ഈ രേഖകൾ മോദിക്ക് കൈമാറിയെന്നാണ് ബി.ജെ.പി. അനുകൂല മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ കോടതി വിധി പുറത്തുവിടരുത്, രഹസ്യരേഖയായി സൂക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് അന്നത്തെ UPA സർക്കാരും സോണിയാഗാന്ധിയും ഇറ്റാലിയൻ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിയെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു. അവർ 2013 ഈ വിഷയത്തിൽ ഇറ്റാലിയൻ സർക്കാരുമായി ഒരു ധാരണയിലെത്തിയിരുന്നു. അതിനാൽ ഈ രേഖകൾ ഇന്ത്യക്ക് ഇതുവരെ കിട്ടിയിരുന്നില്ലെന്നും മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഇറ്റാലിയൻ കോടതിയുടെ വിധിയിൽ സോണിയ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളുടെ പേരുകൾ പരാമർശിച്ചിട്ടുണ്ടെന്നാണ് ഈ ബി.ജെ.പി. ചായ്വുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഹെലികോപ്റ്റർ ഇടപാടുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ കുടുംബത്തിനും ആ കുടുംബത്തിൻ്റെ നായികയ്ക്കും പണം നൽകിയെന്ന് പ്രതികൾ ഇറ്റാലിയൻ കോടതിയിൽ സമ്മതിച്ചിട്ടുണ്ട്. 250 പേജ് വരുന്ന ആ നിർണായക വിധി പ്രസ്താവത്തിൽ ഇക്കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സോണിയാഗാന്ധിയും അന്നത്തെ ഇന്ത്യൻ സർക്കാരും ഇടപെട്ടതുകൊണ്ട് മാത്രം ഇതേവരെ അത് രഹസ്യരേഖയായി സൂക്ഷിച്ചു. ഇങ്ങനെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് കമ്പനിയിൽ നിന്ന് VVIP ഹെലികോപ്റ്ററുകൾ വാങ്ങുന്നതിനായി ഇറ്റലിയുമായി 2010 ഫെബ്രുവരിയിൽ ഒപ്പുവെച്ച കരാർ 398.21 ദശലക്ഷം യൂറോ, അതായത് 2666 കോടി രൂപ പൊതുഖജനാവിന് നഷ്ടം വരുത്തിയതായാണ് ഇത് സംബന്ധിച്ച് CBI രജിസ്റ്റർ ചെയ്ത കേസിൽ പറയുന്നത്. അതിനിടെ 2024 ജനുവരിയിൽ കേസിൽ അറസ്റ്റിലായ രാജീവ് സക്സേനയുടെ ജാമ്യം റദ്ദാക്കണമെന്ന CBIയുടെ ഹർജി സുപ്രീം കോടതി തള്ളിയിരുന്നു. എന്നാൽ ഇടനിലക്കാരനായ ബ്രിട്ടീഷ് പൗരൻ ക്രിസ്ത്യൻ മൈക്കൽ ജെയിംസിൻ്റെ ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളുകയും ചെയ്തിരുന്നു.